നമസ്കാരം. റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സംഭവബഹുലമാണ്. ലയണൽ മെസ്സി വേൾഡ് കപ്പിന് ശേഷം ആദ്യമായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങി. ലൂയിസ് സുവാരസിൻ്റെ ഗോളടി തുടരുകയാണ്. അതും മനോഹരമായൊരു ഗോള്. അദ്ദേഹത്തിന് വക അസിസ്റ്റ് ഉണ്ടായിരുന്നു. കാസെമിറോ കഴിഞ്ഞ കളിയിൽ ഇന്റർ മയാമിക്ക് വേണ്ടി അരങ്ങേറിയ ആളാണ്. ഈ കളിയിൽ അദ്ദേഹം ഓൺ ഗോളാണ്, സ്വന്തം വലയിലേക്ക് ഓൺ ഗോൾ എത്തിക്കുന്നു. ഒടുവിൽ ജയിച്ചുകൊണ്ടിരുന്ന മയാമി ഏറ്റവും ഒടുവിൽ സമനിലയിലേക്ക് കൂപ്പുകുത്തുന്നു. നിരവധി അവസരങ്ങൾ മയാമിക്കുണ്ടായിരുന്നു. പക്ഷേ 2-2 സമനിലയിൽ കൊളംബസ് ക്രൂവിനോട് പിരിഞ്ഞിരിക്കുന്നു. മയാമിക്ക് വേണ്ടി ലൂയിസ് സുവാരസും നോഹലനുമാണ് ഗോൾ കണ്ടെത്തിയത്. മറുഭാഗത്ത് കാസിമിറോയുടെ ഓൺ ഗോൾ വീണു. കൂടാതെ 84-ാമത്തെ മിനിറ്റിൽ മെൻഡസ് ഗോളടിച്ചപ്പോൾ കൊളംബസ് സമനിലയിൽ കുരുക്കുകയായിരുന്നു മയാമിയെ. ആദ്യ 11-ൽ സിൽവറ്റിയും ലൂയിസ് സുവാരസും റോദ്രിഗോ ഡിവോളും കാസിമിറോയും ഒക്കെ ചേർന്നുകൊണ്ടാണ് മയാമിക്കായിട്ട് മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയതെങ്കിൽ കളിയുടെ 16-ാമത്തെ മിനിറ്റിൽ തന്നെ സുവാരസിൻ്റെ കിടിലൻ ഗോൾ കീപ്പർ മുന്നോട്ട് കയറി നിൽക്കുന്നു എന്ന് കണ്ടറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ലോങ് റേഞ്ചർ വലയിലേക്ക് വിടുകയായിരുന്നു. അത് ഗോളായിട്ട് മാറിയത് മനോഹരമായ കാഴ്ചയായിരുന്നു. പക്ഷേ മയാമിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും അവസരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ നേരെ തിരിച്ച് മയാമിയുടെ വലയിലേക്ക് ഗോൾ വീഴുന്നതാണ് 34-ാമത്തെ മിനിറ്റിൽ നമ്മൾ കണ്ടത്. അതിൻ്റെ കാരണം കാസെമിറോ തന്നെയായിരുന്നു. കാസെമിറോയുടെ മിസ്പാസാണ്. അതും കൊണ്ട് എതിരാളികൾ മുന്നോട്ട് കയറിയതാണ്. അത് തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പിന്നെ നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് പന്ത് നേരെ മയാമിയുടെ വലയിലേക്ക്. 34-ാമത്തെ മിനിറ്റിൽ മത്സരം 1-1 സമനില. പക്ഷേ ലൂയിസ് സുവാരസിൻ്റെ അസിസ്റ്റിൽ നിന്ന് നോഹലൻ 45-ാമത്തെ മിനിറ്റിൽ, അതായത് ഇഞ്ചുറി ടൈമിൽ ഗോളടിച്ചതോടുകൂടി 2-1 ലീഡുമായിട്ടാണ് ഇടവേള സമയത്ത് ഇന്റർ മയാമി കളിക്കളം വിട്ടത്. പക്ഷേ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ മാറി മറിയുന്നു. 53-ാമത്തെ മിനിറ്റിൽ പിൻവലിച്ച് ലിയോ മെസ്സി വരുന്നു. മെസ്സിയുടെ മികച്ച നീക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ രണ്ടാം പകുതിയിൽ മയാമിക്ക് ആ ഒരു മികവ് ആവർത്തിക്കാൻ പറ്റിയില്ല. സിൽവറ്റിയൊക്കെ എന്താണ് കാണിച്ചത്? എത്ര അവസരങ്ങൾ, എന്തെല്ലാം അവസരങ്ങൾ മയാമിക്കുണ്ടായിരുന്നു. ഒന്നും വലയിലേക്ക് എത്തിക്കാൻ പറ്റാതെ പോകുന്നു. ഒടുവിൽ 84-ാമത്തെ മിനിറ്റിൽ ബ്രൈസ് മെൻഡസിൻ്റെ ഗോൾ വന്നതോടെ 2-2 സമനിലയിൽ പിരിഞ്ഞു ഇന്റർ മയാമിയും കൊളംബസ് ക്രൂവും തമ്മിൽ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.